കെ.ആർ. സുനിൽ എഴുതി തരുൺമൂർത്തി ഡയറക്റ്റ് ചെയ്ത തുടരും എന്ന സിനിമയുടെ റിവ്യൂ ആണ് എന്ന് പറയുന്നത്. നിങ്ങളിൽ കൂടുതൽ ആളുകൾ ഈ സിനിമ ഇപ്പോൾ തന്നെ കണ്ടു കാണും. കാരണം ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. നമ്മുടെ ലാലേട്ടൻ്റെ കുറേ സിനിമകൾ, നമുക്ക് പഴയ സിനിമകൾ വളരെയധികം ഇഷ്ടമാണ്. അതിനകത്ത് സതയം, കിരീടം തുടങ്ങി ഭരതം, ഇപ്പം അടുത്തിറങ്ങിയിട്ടുള്ള കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള ദൃശ്യം, പിന്നെ ഈ അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട നേര്, അതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് തുടരും എന്നുള്ളത്. അതിനിടയിൽ കുറേ ചവറ് സിനിമകൾ എന്നൊക്കെ പറയാം. അത്തരത്തിലുള്ള സിനിമകളിൽ അദ്ദേഹത്തിന് അഭിനയിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ മികവ് തെളിയിക്കാൻ അഭിനയ ശൈലി, ഓരോ നമ്മുടെ വിരലുകൾ വരെ അഭിനയിക്കുന്നു പറഞ്ഞില്ല, അങ്ങനെയുള്ളൊരു ശൈലി പുറത്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇപ്പോഴാണ് തയ്യാറായിട്ട് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ സിനിമ മാരക സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിലും കൂടുതൽ അഭിനയിക്കാനുള്ള ഒരു മികവ് അദ്ദേഹത്തിനുണ്ട്. അതായത് സ്ക്രിപ്റ്റ് വരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ഒരു സംഭവം. എനിക്ക് പേഴ്സണലായിട്ട് തോന്നി അദ്ദേഹം ഈ മുണ്ടൊക്കെ കൊടുത്ത് അഭിനയിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. നമ്മുടെ ആ പഴയ സിനിമയൊക്കെ നോക്കുകയാണെങ്കിലും പഴയ സിനിമകൾ ധാരാളമായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുണ്ടൊക്കെ കൊടുത്ത അഭിനയിച്ച സിനിമകൾ പലതും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മുണ്ട് മടക്കി കുത്തിയിട്ടാണെങ്കിലും സാധാരണ ഭരതത്തിലേക്ക് പോലെ ആ ഒരു ശൈലിയിലാണെങ്കിലും ആ ഒരു മികവ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു സംഭവം തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് ഇനിയും അദ്ദേഹത്തിന് കുറച്ചും കൂടെ റോളുകൾ, അതായത് ഈ സിനിമ ഒരു നല്ല സിനിമയാണ്, പക്ഷേ ഇതിലും കുറച്ചും കൂടെ സംഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിപ്പോകും. കുറച്ചും കൂടെ ഇമോഷണൽ രംഗങ്ങൾ, കുറച്ചും കൂടെ ആക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് തരിച്ചിരിക്കാൻ പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മോശമെന്നല്ല, സിനിമ ഇപ്പം അടുത്തിറങ്ങിയ നേര് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയിട്ടുള്ള ഒരു പടം എന്ന നിലയ്ക്ക് ഇതിനിടയ്ക്കൊരു സിനിമയൊക്കെ വന്നു, അതൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ, അതൊന്നും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ പടം ഫാമിലി ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് വൺ ടൈം എന്റർടൈൻമെന്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ആദ്യം ഒരു കോമഡി ട്രാക്കിലൊക്കെ വന്നിട്ട് പിന്നെ ഒരു ത്രില്ലർ, ഒരു മിഡിലൊക്കെ വരുമ്പോഴേക്കും ത്രില്ലർ വന്നു, ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോഴേക്കും ത്രില്ലറായിട്ട് എൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. സിനിമയിൽ ശോഭനയുണ്ട്. ശോഭന ഒരു തമിഴ് ക്യാരക്ടറായിട്ടാണ് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആസ് യൂഷ്വൽ പറയേണ്ട കാര്യമില്ല. അത് അവരുടെ മകനായിട്ട് വന്ന ഒരാളുണ്ട്, അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വില്ലൻ പ്രകാശ് വർമ്മ, ഒരു എന്താ പറയുക, നാച്ചുറൽ ആക്ടിങ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വില്ലൻ. സാധാരണ പോലീസ് ഓഫീസേഴ്സൊക്കെ ഇല്ലേ, അവരെങ്ങനെയാണ് നമുക്കറിയാലോ, അവര് ഇപ്പം പണ്ടത്തെ പോലെ ഇങ്ങനെ മസിൽ പിടിച്ചിട്ടുള്ള അങ്ങനെ ഒരു പ്രകടനമൊന്നുമല്ല, സാധാരണ ഒരു നാച്ചുറൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പടം ഇത്രയും ആളുകൾ ഈ ചുരുങ്ങിയ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയും കളക്ഷനൊക്കെ നേടാൻ കഴിഞ്ഞത് ഈ സിനിമയ്ക്ക്. നമ്മുടെ മരിച്ചുപോയ നിഷാദ് യൂസഫിനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു തുടങ്ങിയിട്ടുള്ള ഒരു സിനിമ നല്ല രീതിയിൽ അവസാനിക്കുന്നു. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള എബോവ് ആവറേജ് നിൽക്കുന്ന നമ്മുടെ ലാലേട്ടൻ്റെ ഇപ്പം അടുത്തിറങ്ങിയിട്ടുള്ള മികച്ച ഒരു സിനിമ എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഈ ചാനലിൽ ഇത്രയുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റുള്ള മെഡിക്കൽ നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ഫസ്റ്റ് ചാനലിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.